everyone, welcome to ഐഫർ എഡ്യൂക്കേഷൻ. UGC നെറ്റ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒരു കുഞ്ഞു വലിയ സന്തോഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ 2023 ഡിസംബർ നെറ്റിൽ ഐഫറിൻ്റെ നേട്ടം എന്ന് പറയുന്നത്, ഐഫറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ നമ്പർ 1 റിസൾട്ട് 486 നെറ്റും 47 JRFും. അതായത് 3 വർഷങ്ങളാണ് ഐഫർ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ആയത്. ഈ 3 വർഷങ്ങൾക്കുള്ളിൽ 1500ഓളം നെറ്റും ഒരുപാട് JRFും ഒരുപാട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും ഒരുപാട് റിസർച്ച് സ്കോളേഴ്സിൻ്റെയും സ്വപ്നങ്ങളിൽ ഐഫർ കൂട്ടായി വരികയാണ്. സോ ഐഫറിൻ്റെ ഈ ഒരു നേട്ടത്തിന് പിന്നിലുള്ള കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാരണങ്ങളുണ്ട്. ആൻഡ് അതിലുള്ള വലിയൊരു കാരണമായിട്ടുള്ള അനീസ് പൂവത്തി സാറെ കുറിച്ചും ഐഫറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ആൻഡ് ഇമോടെക് എംബഡഡ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റത്തെയും ഇപ്പോൾ പത്രക്കാരടക്കം മീഡിയാസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരാൻ ഹാപ്പി ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വി ഇൻവൈറ്റ് ടു ഐഫർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്കണോമിക്സിൽ എല്ലാവരും ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ കുറച്ച് ബേസിക് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ വളരെ ബേസ് എന്നുള്ളതല്ല, പക്ഷേ ഈ ബേസ് ഉറച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ബേസ് നല്ലപോലെ ഉറക്കുക എന്നുള്ളത് ഒരു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഗ്രാഫുകൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമ്മുടെ UGC നെറ്റ് എക്കണോമിക്സ് റിപ്പീറ്റഡ് ആയിട്ട്. പലരും കൺഫ്യൂഷൻ പറയുന്ന ഏരിയ ആണ്. പക്ഷേ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളിലൂടെ ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും നമുക്ക് 10-20 സെക്കൻഡുകൾ പോലും എടുക്കാതെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഇതിനു മുമ്പ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മാർജിനൽ കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേഷൻ്റെ ബേസിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡിഫറൻഷിയേഷൻ്റെ ബേസിക്സ് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ മാർജിനൽ കൺസെപ്റ്റ് പാർട്ട് 1 എന്നുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. സോ ഡിഫറൻഷിയേഷൻ്റെ ബേസിക്സ് അറിയുന്നവർക്കാണ് ഈ ഒരു ഗ്രാഫിൻ്റെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. സോ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഗ്രാഫ്സ്. അപ്പോൾ ഗ്രാഫുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ഇൻക്രീസിങ് ഫംഗ്ഷൻ, പേര് പോലെ തന്നെ ഇൻക്രീസിങ്. ഒരു ഗ്രാഫിൽ, പ്രത്യേകിച്ച് ഒരു 2D ഗ്രാഫിൽ, 2D ഗ്രാഫുകളെ നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. അതായത് ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫുകളിൽ, ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന 2D ഗ്രാഫുകളിൽ മെയിനായിട്ട് 2 ആക്സിസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ബേസിക്സ് ആണ്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലുള്ള വാല്യൂ കൂടുമ്പോൾ വൈ ആക്സിസിലുള്ള വാല്യൂവും കൂടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഫസ്റ്റ് ഗ്രാഫ് ഒന്ന് നോക്കുക കേട്ടോ. ഈ ഫസ്റ്റ് ഗ്രാഫ് ഒന്ന് നോക്കാം. ഇവിടെ ഇത് ഒറിജിനാണ് 0. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ കൂടുന്നുണ്ട് അല്ലേ, കൂടുന്നുണ്ട്. ഓക്കെ, കൂടുന്നുണ്ട്. ഇവിടെ കൂടി വരികയാണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് വൈ ആക്സിസിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ ഈ ഗ്രാഫിന് വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കാം. നമുക്ക് ഇതേ പോയിന്റുകളിൽ നിന്ന് തന്നെ വൈയിലോട്ട് എന്ത് ചേർക്കാം, ഇതങ്ങ് ലൈൻസ് വരച്ചു കൊടുക്കാം. സോ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഒരേ ഡയറക്ഷനിൽ കൂടുകയാണ്, അതായത് രണ്ടും ഒരേ രൂപത്തിലാണ് പോകുന്നത്. ഒരേ രൂപത്തിൽ മീൻസ് പ്രൊപ്പോർഷനേറ്റ് ആവണം നിർബന്ധമല്ല, ബട്ട് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നുണ്ട്. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിളും കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സ് കൂടുമ്പോൾ വൈയും കൂടുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ വൈയും കുറയുന്നുണ്ട്. രണ്ടും ഒരേ ദിശയിലാണ് നീങ്ങുന്നത് എങ്കിൽ
ഒരേ ദിശ, ഡയറക്ഷൻ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആകണം. ഇനി ഈ സ്ലോപ്പ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഡിഫറൻഷിയേഷൻ അറിയാത്തവരാണെങ്കിൽ ഡിഫറൻഷിയേഷൻ ഒന്ന് നോക്കി വരണം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാൻ വളരെ ഈസിയാണ്. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാൻ y എത്ര ചേഞ്ച് ആകുന്നു നോക്കുക, അതേപോലെ എക്സ് എത്ര ചേഞ്ച് ആകുന്നു, ഡെൽറ്റ ചേഞ്ച്. സോ സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്, അതാണ് സ്ലോപ്പായിട്ട് വരിക. ഇനി ഇത് ഇൻക്രീസിങ് ഫങ്ഷൻ ആയതുകൊണ്ട് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സൈൻ അഥവാ ചിഹ്നം പോസിറ്റീവ് ആയിരിക്കും. സോ സ്ലോപ്പ് ഷുഡ് ബി പോസിറ്റീവ്. സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ നമുക്കിത് ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇതൊരു കർവ് ആണെങ്കിലോ, നമുക്കൊരു ഫംഗ്ഷൻ തരുന്നു, അതിൻ്റെ കർവിൻ്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചത്, അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഇൻക്രീസിങ് ഫങ്ഷൻസ് എങ്ങനെയെല്ലാം വരാം? ഓക്കെ, ഇൻക്രീസിങ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരാം കേട്ടോ. ഇതൊക്കെ ഇൻക്രീസിങ് ഫങ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ ഗ്രാഫ് എങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും തൊടുവരകൾ എന്നുള്ള പാഠം മാത്സിൽ അല്ലേ. അപ്പോൾ നമ്മൾ അതിനൊരു തൊടുവര വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് കാണും. അഥവാ ഇതാണെങ്കിൽ ഇതിനൊരു തൊടുവര വരക്കുന്നു, അതിൻ്റെ സ്ലോപ്പ് കാണുന്നു. അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് കാണും. എന്നിട്ട് സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇത് കുറച്ച് റിസ്കി പരിപാടിയാണ്, എല്ലാത്തിനും ഇങ്ങനെ ഈ ഒരു ചേഞ്ച് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഐഡിയ ആണ് ആക്ച്വലി ഡിഫറൻഷിയേഷൻ, അഥവാ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. എന്തിന്? സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ, മാർജിനൽ കൺസെപ്റ്റിൽ പറഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, മാർജിനൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ ഓർമ്മ വന്നാൽ മതി. സോ നമുക്ക് ഇഫ് ദ ക്വസ്റ്റ്യന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 6, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ജസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ തന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അതിന് എക്സിനൊരു വാല്യൂ തരണം കേട്ടോ. എക്സിനൊരു വാല്യൂ തരുന്നു, എന്നിട്ട് ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് കേട്ടോ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത ശേഷം. ഓക്കെ, അതായത് ഇതിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായിരിക്കും ജസ്റ്റ് നോക്കാം. dy/dx. ഞാൻ പറഞ്ഞു ഡിഫറൻഷിയേഷൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ മാർജിനൽ കൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടുവന്നാൽ മതി. അതിൽ വ്യക്തമായിട്ട് ഡിഫറൻഷിയേഷൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ dy/dx ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സിന് നമുക്ക് ഫോർ എക്സാമ്പിൾ 1 എന്ന് വാല്യൂ കൊടുക്കാം. ഓക്കെ, 1 എന്ന് വാല്യൂ എടുത്തു. 1 സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 2x, 2 × 1 2 പ്ലസ് 6. ഓക്കെ, ഇതെന്താണ്? 6 2 8 9 അല്ലേ. അതെന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയാണ്. സോ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഡിക്രീസിങ് ഫംഗ്ഷൻ എക്സ് കൂടുമ്പോൾ y കൂടുക എന്നുള്ളത്, അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ y കുറയുക എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത്. രണ്ടും ഒരേ ദിശയിലാണെന്ന് പറഞ്ഞത്. ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു, രണ്ടും ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത്, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദ സ്ലോപ്പ് ഷുഡ് ബി നെഗറ്റീവ്. ചിഹ്നം മാറും. നേരത്തെ പോസിറ്റീവ് സ്ലോപ്പ് ആയിരുന്നു, ഡിക്രീസിങ് ഫംഗ്ഷനെ സംബന്ധിച്ച് ദ സ്ലോപ്പ് ഷുഡ് ബി നെഗറ്റീവ്. ഇപ്പോൾ സ്ലോപ്പ് കാണാൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടാൽ മതി നമ്മൾ പറഞ്ഞു. സോ ഫസ്റ്റ് ഓർഡർ ഒരു ഫംഗ്ഷൻ വരുന്നു, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുന്നു. ആ കിട്ടുന്ന ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അതൊരു നെഗറ്റീവ് സംഖ്യയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ സ്ലോപ്പ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും ഗ്രാഫ് വരാം, ഇങ്ങനെയും ഗ്രാഫ് വരാം അല്ലേ. അപ്പോൾ ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഗ്രാഫ് വരാം? ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ഓക്കെ,
ഇത് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, ഇത് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ്, കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഷുഡ് ബി 0 അഥവാ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. അതെന്താ കാരണം? ജസ്റ്റ് സയൻറ്റിഫിക് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ലോപ്പ് ഈക്വൽ ടു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അഥവാ ഡിഫറൻഷിയേഷൻ ആണെങ്കിൽ dy/dx അല്ലേ. ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. കാരണം അത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്താണ്? 0 ആണ്. അതായത് 0/Δx. ന്യൂമറേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. സോ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് 0. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ കിട്ടി. ആ ഫംഗ്ഷന് ഒരു എന്താണ് നമ്മളോട് പറയാണ് ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയുമ്പോൾ, ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? അത് എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുന്നു, അത് ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്, കോൺകേവിറ്റി ആൻഡ് കോൺവെക്സിറ്റി. കോൺകേവിറ്റി ആൻഡ് കോൺവെക്സിറ്റി ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കർവിൻ്റെ കോൺകേവിറ്റി കോൺവെക്സിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി 2 തരം കർവേ ഉള്ളൂ കേട്ടോ. കോൺകേവ് അപ്വാർഡും കോൺകേവ് ഡൗൺവാർഡും. ഓക്കെ, കോൺകേവ് അപ്വാർഡും കോൺകേവ് ഡൗൺവാർഡും. ആദ്യം നമുക്ക് കോൺകേവ് ഡൗൺവാർഡിനെ കുറിച്ച് പറയാം. കോൺകേവ് ഡൗൺവാർഡ് ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണേ, പെട്ടെന്ന് ഓർത്ത് വെക്കാൻ. ഈ കോൺകേവ് ഡൗൺവാർഡ് അപ്വാർഡ് കോൺവെക്സ് ഇത് പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞുതരാം, ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ നിന്നും ഒരു കുട്ടി, എക്സ് ആക്സിസിലുള്ള ഒരു കുട്ടി എന്ത് ചെയ്യാണ്? നല്ല അടിപൊളിയായിട്ട് എക്സ് ആക്സിസിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ കുട്ടി ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ആ കുട്ടിക്കൊരു ഗുഹ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഗുഹ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് കോൺകേവ് ഡൗൺവാർഡ്. ഈ കുട്ടി കാണുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഗുഹയുടെ മുഖം. ഓക്കെ, ഗുഹയുടെ മുഖം എവിടെയാണ്? താഴ്ഭാഗത്താണ് അല്ലേ. കുട്ടി നോക്കുമ്പോൾ ഗുഹയുടെ മുഖം എവിടെ? താഴ്ഭാഗത്താണ്. സോ ദാറ്റ് ഈസ് കോൺകേവ് ഡൗൺവാർഡ്. ഈ കോൺകേവ് ഡൗൺവാർഡിനെ തന്നെയാണ് കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. കോൺകേവ് എന്ന് മാത്രം നമ്മൾ പറയുന്നത്, കോൺകേവ് ഡൗൺവാർഡ് തന്നെയാണ് കോൺകേവ് എന്ന് മാത്രം നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആ ഒരു ഗ്രാഫിൻ്റെ ഇപ്പോൾ ഇത് മറക്കൂലല്ലോ അല്ലേ. ഈ ഒരു കോൺകേവ് ഡൗൺവാർഡ് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ആക്സിസിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നു, അതാ അവിടെ ഒരു ഗുഹാമുഖം തുറന്നിരിക്കുന്നു. സോ അതെന്താണ്? ആ ഗുഹാമുഖമാണ് ഈ കുട്ടിക്ക് കാണുന്നതെങ്കിൽ ആ ഗുഹ അല്ലേ, കേവ്, കോൺകേവ് ഡൗൺവാർഡ്, താഴെയാണ് അതിൻ്റെ വായുഭാഗമുള്ളത്. അപ്പോൾ അത് മറക്കാതിരിക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, കോൺകേവ് ഡൗൺവാർഡ് എന്നുള്ളതിന് ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈൻ ഓഫ് ദ സ്ലോപ്പ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. നമ്മൾ നേരത്തെ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനിനെയും കുറിച്ച് പറഞ്ഞു അല്ലേ. പോസിറ്റീവ് സൈന് വരെ എപ്പോഴാണ്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ, അഥവാ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുമ്പോൾ. ആൻഡ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആകുമ്പോൾ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇവിടെ പറയാണ് ഈ കോൺകേവ് ഡൗൺവാർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈൻ ഓഫ് ദ സ്ലോപ്പ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇത് നോക്കുക, ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഗ്രാഫ് കോൺകേവ് ഡൗൺവാർഡ്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇവിടുന്ന് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോപ്പ് വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പോസിറ്റീവ് സ്ലോപ്പാണ് നമുക്ക് കിട്ടുക. അഥവാ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയ ആ ഇക്വേഷനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക.
ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ്. ആൻഡ് ഇതിങ്ങനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോൺകേവ് ഡൗൺവേർഡിൽ പോയി ഇത് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു സ്ലോപ്പ് കാണാൻ തൊടുവര വരച്ചാൽ മതി. ഇവിടുത്തെ സ്ലോപ്പ്, ഈ തൊടുവരയിൻ്റെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഈ തൊടുവരയിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. സോ അതിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ ഇനി മാക്സിമയിലോട്ട് വരും. അപ്പോൾ പറയും അതിൻ്റെ ഏറ്റവും മാക്സിമം പോയിന്റിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും, ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതിനുശേഷം എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കുറയും. അഥവാ സൈന് <0 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയില്ലേ. ഇത് പോസിറ്റീവാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് നെഗറ്റീവാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സൈന് ചേഞ്ച് ആയി. ഓക്കെ, സൈൻ ചേഞ്ച് ആയത് എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ചേഞ്ച് ആയി. അതിനെയാണ് നമ്മൾ കോൺകേവ് ഡൗൺവാർഡ് എന്ന് പറയുന്നത്. മറക്കാതിരിക്കാം. കോൺകേവ് ഡൗൺവാർഡിൻ്റെ പ്രത്യേകത ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ 0 ആകുന്നു, പിന്നെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് അപ്വാർഡ്. നമുക്കൊന്ന് നോക്കിയാലോ? ഈസി അല്ലേ? കോൺകേവ് അപ്വാർഡും ഡൗൺവാർഡും മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഒരു കുട്ടി എക്സ് ആക്സിസിൽ നിന്നും മുകളിലോട്ട് നോക്കിയാൽ എന്താണ് കാണുന്നത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് <0. അത് കോൺകേവിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഓർഡർ നമുക്ക് f' കിട്ടി, അതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതും നെഗറ്റീവാണ്. അതാണ് അതിൻ്റെ കണ്ടീഷൻ. രണ്ട് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും നെഗറ്റീവ് ആയിരിക്കുക. അതാണ് കോൺകേവ് ഡൗൺവാർഡ്. ഓക്കെ, ആ കണ്ടീഷൻസ് മറക്കാതിരിക്കുക. സോ ഇനി രണ്ട് തരം ഗ്രാഫ്, കോൺകേവിറ്റി ആൻഡ് കോൺവെക്സിറ്റിയിൽ രണ്ട് തരം ഗ്രാഫേ ഉള്ളൂ എന്ന് പറഞ്ഞു. കോൺകേവ് ഡൗൺവാർഡും കോൺകേവ് അപ്വാർഡും. ഓക്കെ, സത്യത്തിൽ ആ കോൺകേവ് അപ്വാർഡിനെയാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ മറക്കാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ കേട്ടോ. ഗ്രാഫ് വരക്കുന്നു, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഒരു കുട്ടി ഇങ്ങനെ ഇവിടുന്ന് നോക്കുന്നു അല്ലേ? ആ കുട്ടി മുകളിലോട്ട് ഇങ്ങനെ നോക്കി. അതിനെന്താ കാണുന്നത്? ഗുഹ അടച്ചടക്കാണ്. ദാറ്റ് മീൻസ് ഗുഹയുടെ ഭാഗം മുകളിലാണ്. ഗുഹയുടെ വായ്ഭാഗം എന്താണ്? മുകളിലാണ്. കോൺകേവ് അപ്വാർഡ്. കോൺകേവ് അപ്വാർഡ്. കോൺകേവ് അപ്വാർഡിനെയാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? യെസ്. സോ കോൺവെക്സ്, കോൺകേവ് അപ്വാർഡിനെയാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ നിന്നൊരു കുട്ടി മുകളിലേക്ക് നോക്കുന്നു. ആ കുട്ടിക്ക് കാണുന്നത് എന്താണ്? ഗുഹ അടഞ്ഞു കിടക്കുകയാണ്. കാരണം അതിൻ്റെ വായ്ഭാഗം അതിൻ്റെ മുകളിലാണ്. സോ കോൺകേവ് അപ്വാർഡ്. ഇനി ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് സൈൻ ഓഫ് ദ സ്ലോപ്പ് ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതാണ് ഡിഫറൻസ് കേട്ടോ. നേരത്തെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് സൈൻ ചേഞ്ച് ആയതെങ്കിൽ ഇവിടെ നേരെ വൈസ് വേഴ്സ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഓക്കെ, അതായത് ഇവിടെ ഇത്ര ഭാഗം വരെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് <0 ആണ്. ഇവിടെ എത്തുന്നു, നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 വരും. അതിനുശേഷം എന്ത് സംഭവിക്കും? ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഫംഗ്ഷൻ എന്താകും? പോസിറ്റീവ് ആകും. അഥവാ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പോസിറ്റീവ് ഇൻക്രീസിങ് ഫംഗ്ഷനായി മാറും. സോ നെഗറ്റീവിൽ നിന്ന് ഫംഗ്ഷൻ കുറഞ്ഞു വന്ന് നെഗറ്റീവിൽ നിന്ന് 0 ആകുന്നു, പിന്നെ ഫംഗ്ഷൻ കൂടി വരുന്നു. ഓക്കെ, പ്രത്യേകം ഓർത്ത് വെക്കുക. സൈൻ ഓഫ് ദ സ്ലോപ്പ് ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോൺവെക്സ് ഓർ കോൺകേവ് അപ്വാർഡ്. ഇനി അതിൻ്റെ അപ്പോൾ നമ്മൾ സ്ലോപ്പ് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ നോക്കേണ്ടത് ശരിക്കും രണ്ടാമത് എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ടാണ് കേട്ടോ. രണ്ടാമത് എന്ത് സംഭവിക്കുന്നു, അതായത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് പോവുകയാണ്, സ്ലോപ്പ് കൂടുകയാണല്ലോ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ സ്ലോപ്പ് കൂടുകയാണ്. സോ കണ്ടീഷൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് >0 ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും >0. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും
ഗ്രേറ്റർ ദാൻ 0, സെക്കൻഡ് ഓർഡർ കണ്ടീഷനും ഗ്രേറ്റർ ദാൻ 0. ഇതാണ് ആക്ച്വലി നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഈ ഒരു കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. കോൺകേവും കോൺവെക്സും മാറിപ്പോവാതിരിക്കുക. അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തതാണ് എക്സ്ട്രീം പോയിൻറ്റ്സ്. അതും നമ്മുടെ ഗ്രാഫിൽ നമ്മളോട് ചോദിക്കും. എക്സ്ട്രീം പോയിൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. 2 എക്സ്ട്രീം പോയിൻറ്റ്സ് ആണുള്ളത്. 1 is മാക്സിമ ആൻഡ് 1 is മിനിമ. മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ, മാക്സിമ നമ്മളിത് എവിടേക്കാണ് കേൾക്കാറുള്ളത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പിന്നെ റവന്യൂ മാക്സിമൈസേഷൻ അല്ലേ, ഇവിടെയൊക്കെ. അതുപോലെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ഇനി മിനിമ എവിടെ നമ്മൾ കേൾക്കുക? മിനിമ കോസ്റ്റ് മിനിമൈസേഷൻ, ലോസ് മിനിമൈസേഷൻ അല്ലേ. അപ്പോൾ മാക്സിമ ആൻഡ് മിനിമ ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൺലി 2 എക്സ്ട്രീം പോയിൻറ്റ്സ് ആർ ദർ, മാക്സിമ ആൻഡ് മിനിമ. അപ്പോൾ മാക്സിമം എന്ന് നമ്മൾ പറയണമെങ്കിൽ ബാക്കിയെല്ലാം മിനിമം ആയിരിക്കണം, ബാക്കിയെല്ലാം കുറവായിരിക്കണം. മാക്സിമം എന്നുള്ള ഒരു ഹയസ്റ്റ് പോയിന്റ് വേണമെങ്കിൽ അതിന് മുമ്പുള്ളതെല്ലാം കുറവായിരിക്കണം. അപ്പോൾ ഗ്രാഫ് എന്താണ്? കോൺകേവ് ഡൗൺവേർഡാണ്. കോൺകേവ് ഡൗൺവേർഡാണ്. കാരണം അവിടെയാണ് മാക്സിമയുള്ളത്. അവിടെയാണ് മാക്സിമയുള്ളത്. ഈ ഡിസ്റ്റൻസ് ആണ് മാക്സിമ. ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ്. ആൻഡ് ഇതാണ് മാക്സിമ എന്നുള്ള പോയിന്റ്. മാക്സിമ പോയിന്റ് മാക്സിമ. സോ അപ്പോൾ മാക്സിമ എവിടെയാണുള്ളത്? ആക്ച്വലി ഈ കേസിൽ മാക്സിമ എവിടെയാണുള്ളത്? ഇറ്റ് ഈസ് അപ്പോൾ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കോൺകേവ് ഡൗൺവേർഡ് ആണ് അല്ലേ. അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ മാക്സിമ എന്ന് പറയുമ്പോൾ മാക്സിമം പോയിന്റിലായതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അത് മാക്സിമക്കും മിനിമക്കും കോമൺ ആയിരിക്കും. കാരണം അവിടെ സ്ലോപ്പ് എന്തായിരിക്കും? ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ട് അതിന് സ്ലോപ്പ് 0 ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ 0 ആയിരിക്കും. ഇനി ഇതൊരു കോൺകേവ് ഡൗൺവേർഡ് ആണ് അല്ലേ. കോൺകേവ് ഡൗൺവേർഡിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് കോൺകേവ് ഡൗൺവേർഡിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനാണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 0, ലെസ് ദാൻ 0. ഓക്കെ, ഇനി അതേ ലൈനിൽ നമ്മൾ മിനിമയും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. മിനിമ എന്ന് പറയണമെങ്കിൽ ബാക്കിയെല്ലാം അതിനേക്കാൾ വാല്യൂ കൂടുതലായിരിക്കണം. മിനിമം ഉള്ളൊരു വാല്യൂ കിട്ടണമെങ്കിൽ അതല്ലാത്ത വാല്യൂ എല്ലാം കൂടുതലായിരിക്കണം. അതെവിടെയാണ് വരിക? അതെവിടെയാണ് വരിക? സി, ദിസ് ഈസ് മിനിമ. കോൺകേവ് അപ്വാർഡിൽ അഥവാ കോൺവെക്സിൽ. കാരണം ഈ വാല്യൂവിനേക്കാളും കൂടുതലല്ലേ ഈ വാല്യൂ എല്ലാം. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു ഈ പോയിന്റുകളൊക്കെ ഈ മിനിമയേക്കാൾ കൂടുതലാണ്. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. എല്ലാ പോയിന്റും എന്താണ്? ആ മിനിമയേക്കാൾ കൂടുതലാണല്ലോ. സോ അപ്പോൾ ആ ഏറ്റവും മിനിമം ഉള്ള പോയിന്റിനെയാണ് നമ്മൾ ആക്ച്വലി മിനിമം എന്ന് പറയുന്നത്. അഥവാ ദിസ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ്. മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ്. ആൻഡ് ദിസ് ഈസ് ദ മിനിമ. പോയിന്റ് ഓഫ് മിനിമ. അപ്പോൾ ഈ മിനിമം എവിടെയാണ് ഉള്ളത്? കോൺകേവ് അപ്വാർഡിൽ അല്ലേ. കേവ് ഗുഹാമുഖോടുള്ള മുകളിലാണ് ഉള്ളത്. ഇവിടെ ഞാൻ എന്ന കുട്ടി ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് നോക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്താണ് മിനിമം എവിടെ ഉള്ളത്? കോൺകേവ് അപ്വാർഡ് ആണ്. കോൺകേവ് അപ്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? കോൺവെക്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കോൺവെക്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ മാക്സിമയിലും മിനിമയിലും സ്ലോപ്പ് 0 ആണല്ലോ. സോ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്തായിരിക്കും? അവിടെയും 0 ആണ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കോൺകേവ് അപ്വാർഡ് അഥവാ കോൺവെക്സിൻ്റെ അതേ കണ്ടീഷൻ. F" ഗ്രേറ്റർ ദാൻ 0. ഈസി അല്ലേ? യെസ്. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ പറഞ്ഞു, ഡിക്രീസിങ് ഫംഗ്ഷൻ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് ഓർ പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ടുള്ള സ്ലോപ്പ് ഈക്വൽ ടു 0 ആകുന്ന ഫംഗ്ഷനും പറഞ്ഞു, മാക്സിമ എന്താണെന്ന് പറഞ്ഞു, മിനിമ എന്താണെന്ന് പറഞ്ഞു, കോൺകേവിറ്റി എന്താണെന്ന് പറഞ്ഞു, കോൺവെക്സിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇത്ര മതി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇക്കണോമിക്സിലെ ഏത് ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി പറയാൻ പറ്റും. ഓക്കെ, ഒരു കൺസെപ്റ്റും കൂടി കേട്ടോ. ഇൻഫ്ലക്ഷൻ പോയിന്റ് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. ദി പോയിന്റ് വിച്ച് ദ ഷേപ്പ് ഓഫ് ദ കർവേച്ചർ ചേഞ്ചസ്. ഷേപ്പ് ഓഫ് ദ കർവേച്ചർ. രണ്ട് കർവേച്ചറാണുള്ളത് നമ്മൾ പറഞ്ഞു.
കോൺകേവും കോൺവെക്സും. അഥവാ കോൺകേവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഏതോ ഒരു പോയിന്റിൽ എത്തുന്നത് മുതൽ കോൺവെക്സ് ആകുന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് പോയിന്റിനെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷനെയാണ് മെയിനായിട്ടും പരിഗണിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സെക്കൻഡ് ഓർഡർ കണ്ടീഷന് അങ്ങ് 0 ആയി കഴിഞ്ഞാൽ, ആ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ അങ്ങ് 0 ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇതെന്താണ്? ഒരു കോൺകേവ് ഡൗൺവേർഡ് ആണ് അല്ലേ. കോൺകേവ് ഡൗൺവേർഡ് ആണ്. ഈ പോയിന്റിൽ എത്തുന്നത് മുതൽ ഇത് പിന്നീട് കോൺകേവ് അപ്വേർഡായി മാറുകയാണ്. സോ കർവേച്ചർ ചേഞ്ചസ്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. കർവേച്ചർ, ഒരു ഫംഗ്ഷൻ്റെ കർവേച്ചർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതിന് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഷുഡ് ബി 0. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഷുഡ് ബി 0. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഫംഗ്ഷൻ ജസ്റ്റ് y ഈക്വൽ ടു x² + 8x + 9 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു, അല്ലെങ്കിൽ x³ - 2x എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ അങ്ങ് തന്നു. എന്നിട്ട് നമുക്കൊരു വാല്യൂ, എക്സിനൊരു വാല്യൂ തരുന്നു. എക്സിനൊരു വാല്യൂ തന്നിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് എത്രയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ ഈ ഒരൊറ്റ പിക്ചർ കൊണ്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ UGC നെറ്റിന് റിപ്പീറ്റഡ് ആയിട്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന് വരുന്ന ഗ്രാഫുകളുടെ പ്രോപ്പർട്ടി, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 10 സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് സ്ക്രീൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഒരു പ്ലസ് ചിഹ്നം, അതിന് ചുറ്റൊരു വട്ടം അല്ലേ. ആക്ച്വലി ഇത് 4 ഗ്രാഫാണ്, 4 ക്വാഡ്രൻറ്റുകളിലുള്ള 4 ഗ്രാഫാണ് കേട്ടോ. സോ എന്തൊക്കെയാണ് ആ ഗ്രാഫ് ഓരോന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഗ്രാഫ് എ. ഞാൻ ഇതിന് ഗ്രാഫ് എ എന്ന് കൊടുക്കുകയാണ്. ദിസ് ഈസ് ഗ്രാഫ് എ, ദിസ് ഈസ് ഗ്രാഫ് ബി, ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ഡി. ഓക്കെ, ഗ്രാഫ് എയിൽ ഫങ്ഷൻ ഇങ്ങനെ പോകുന്നത് അല്ലേ. ഇങ്ങനത്തെ ഫംഗ്ഷൻ നിങ്ങൾ എവിടെയാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ രൂപത്തിലൊരു ഫംഗ്ഷന് നമ്മൾ എവിടെയാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്? ഈസി അല്ലേ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മനസ്സിലേക്ക് കൊണ്ടുവരൂ. നമ്മൾ ഇപ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നിന്നും പതുക്കെ ഇങ്ങനെ മൈക്രോ എക്കണോമിക്സിലേക്ക് പോവുകയാണ്. മൈക്രോ എക്കണോമിക്സിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെയല്ലേ ഗ്രാഫ് പോകുന്നത്? കാണിച്ചു തരാം. ഇങ്ങനെയല്ലേ നമ്മുടെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ പ്രൊഡക്ഷൻ കർവ്. ഓക്കെ, ടോട്ടൽ പ്രൊഡക്ഷൻ TU. അപ്പോൾ ഇത് നോക്കുക, ഇതിൻ്റെ ഈ സെക്കൻഡ് സ്റ്റേജ്, ഇത് ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, ഫസ്റ്റ് സ്റ്റേജ്. ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. ആ ഗ്രാഫാണിത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നറിയോ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കേട്ടോ, നേരത്തെ പറഞ്ഞത് മാറി, ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൽ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ പറ്റും. അഥവാ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ എന്താണ്, സെക്കൻഡ് ഓർഡർ എന്താണ് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത ജസ്റ്റ് നോക്കാം. ഈ ഒരു ഗ്രാഫ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? നേരത്തെ നമ്മൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കരുത് കേട്ടോ. എക്സും വൈയും ഇങ്ങനെ ചിന്തിക്കണേ. ഓക്കെ, ഇത് ഓരോന്നും ഓരോ ഗ്രാഫാണ്. ഓരോന്നും ഓരോ ഗ്രാഫായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ് ആണ്. എക്സ് കൂടുമ്പം വൈ കൂടുന്നുണ്ടോ? ഉണ്ടോ? യെസ്, എക്സ് കൂടുമ്പം വൈ കൂടുന്നുണ്ട്. സോ എന്താണ്? ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ പോസിറ്റീവ് ആണ്. കാരണം ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. എക്സ് കൂടുമ്പോൾ വൈയും കൂടുന്നുണ്ട്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താന്ന് നോക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ് ഇങ്ങോട്ട് നീട്ടി വരക്കുക കേട്ടോ. ആ ഗ്രാഫ് അങ്ങോട്ട് നീട്ടി വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോൺകേവ് ഡൗൺവേർഡ് ആണ് അല്ലേ.
കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവ് ഡൗൺവേർഡിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്തായിരുന്നു? കോൺകേവ് ഡൗൺവേർഡിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്തായിരുന്നു? സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഈസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് കാണാൻ വളരെ ഈസിയാണ്. എന്താണ്? ഫസ്റ്റ് സ്ലോപ്പ് ജസ്റ്റ് ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ നോക്കുക. ആൻഡ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നെഗറ്റീവ് ആണെന്ന് കിട്ടാൻ കാരണം ഇത് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺകേവ് ഡൗൺവേർഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ഇത് എവിടെയാണ് കാണുന്നത്? ഇൻക്രീസിങ് ആണോ? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അല്ലേ? സ്ലോപ്പ് പോസിറ്റീവ് ആണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് ഡിക്രീസിങ് റേറ്റ് ആണ്. അത് നമ്മൾ എങ്ങനെ പറയാം? ഡിക്രീസിങ് റേറ്റ് ആണ് നമ്മൾ എങ്ങനെ പറയാം? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്, ഇതില്ല, ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. അത് ഡിക്രീസിങ് റേറ്റ് ആണെന്ന് നമ്മൾ പറയാം, സ്ലോപ്പ് വരച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള സ്ലോപ്പ് നമ്മളൊരു തൊടുവര വരക്കുന്നു അല്ലേ? നമ്മൾ ഒരു തൊടുവര വരക്കുന്നു, ഇവിടെയും നമ്മളൊരു തൊടുവര വരക്കുന്നു, ഇവിടെയും നമ്മളൊരു തൊടുവര വരക്കുന്നു. സ്ലോപ്പ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് 0 ആണ്. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. അതായത് കൂടുതൽ കുത്തനെ ആവുകയാണെങ്കിൽ അത് സ്ലോപ്പ് കൂടുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത് സത്യത്തിൽ കുത്തനെയാണ്. ആ കുത്തനെയുള്ള സാധനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മീൻസ് സ്ലോപ്പ് കുറയാണ്. അതാണ് ഇവിടെ ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എന്ന് വരാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രാഫിലോട്ട് പോവാം. രണ്ടാമത്തെ ഗ്രാഫ് ശ്രദ്ധിക്കുക, ഇത് എക്സ്, ഇത് വൈ, ഇങ്ങനാണല്ലേ. ഇത് നിങ്ങൾ എവിടെയാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്? എവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിക്കുന്നത്? ഇറ്റ് ഈസ് ഓർമ്മയില്ലേ? PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലേ? PPC ഓർ PPF. UGC നെറ്റിന് സ്ഥിരമായി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഔട്ട്വാർഡ് ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് വാട്ട്? ഓപ്ഷൻസിൽ എന്തുണ്ടാകും? എക്കണോമിക് ഗ്രോത്ത് എന്നുണ്ടാകും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഔട്ട്വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എക്കണോമിക് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു കേട്ടോ. സോ അത് ഇതിൻ്റെ ബേസ് ആയിട്ടൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഈ ഒരു ഗ്രാഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയറിൻ്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനാണ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? എക്സ് കൂടുമ്പം വൈ കുറയാണോ കൂടുകയാണോ? എക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വൈക്ക് എന്താണ് സംഭവിക്കുന്നത്? എക്സ് കൂടുമ്പോൾ വൈ കുറയാണ് അല്ലേ? സോ ഇറ്റ് ഈസ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിൽ ബി നെഗറ്റീവ് ഓർ ലെസ് ദാൻ 0 ആൻഡ് ഡിക്രീസിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞു. ഇതിനെയും നേരത്തെ പോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കോൺകേവ് ഡൗൺവേർഡ്. കോൺകേവ് ഡൗൺവേർഡിൻ്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? F" ലെസ് ദാൻ 0. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഈസ് നെഗറ്റീവ് ഓർ ലെസ് ദാൻ 0. ഇനി ഇൻക്രീസിങ് റേറ്റ് ആണോ? ഡിക്രീസിങ് ആണ്, അത് ഇൻക്രീസിങ് റേറ്റിലാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? തൊടുവര വരക്കുന്നു, സ്ലോപ്പ് ഇങ്ങനെ വരക്കുന്നു അല്ലേ? സ്ലോപ്പ് എന്താണ്? കുത്തനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് സ്ലോപ്പ് കൂടുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇൻക്രീസിങ് റേറ്റ് ആവുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ, എക്സ് ആൻഡ് വൈ. ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് അല്ലേ? ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. ഇത് നമ്മൾ എവിടെയാണ് കാണുന്നത്? എക്കണോമിക്സിൽ ഈ രൂപത്തിലുള്ള ഗ്രാഫ്. എക്കണോമിക്സ് പഠിക്കുന്നൊരു കുട്ടി ഈ ഗ്രാഫ് കാണാതെ പോവില്ല കേട്ടോ. ഡിമാൻഡ് ഫംഗ്ഷൻ, ദെൻ IC അല്ലേ? ദെൻ ഐസോകോണ്ട്, ഇൻഡിഫറൻസ് കർവ്, ഐസോകോണ്ട്, ഡിമാൻഡ് ഫംഗ്ഷൻ. നമ്മൾ ഒട്ടുമിക്ക ഒരുപാട് നമ്മൾ വളരെ ബേസായിട്ട് പഠിക്കുന്ന ഗ്രാഫുകളെല്ലാം ഇങ്ങനെയാണ് അല്ലേ? സോ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എക്സ് ആക്സിസിൽ നിന്ന്, അതായത് എക്സ് ആക്സിസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ വൈക്ക് എന്താ സംഭവിക്കുന്നത്? കൂടുകയാണോ കുറയാണോ? ജസ്റ്റ് നോക്കാം. ഇത് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു വൈ, അഥവാ വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് എന്താ സംഭവിക്കുന്നത്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ലൈന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദാറ്റ് ഈസ് വൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ്
ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നുണ്ട്. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് is negative or less than 0. First order derivative is negative or less than 0. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ എന്താ പറഞ്ഞത്? കർവേച്ചർ എന്താന്ന് നോക്കിയാൽ മതി അല്ലേ? കർവേച്ചർ നോക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതിങ്ങനെയാണ് ഇപ്പോൾ ഗ്രാഫ് ഉള്ളത്, ഇതിനിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ദിസ് ഈസ് കോൺവെക്സ് ഓർ കോൺകേവ് അപ്വാർഡ്. ഓക്കെ, കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് അപ്വാർഡ്. കോൺകേവ് അപ്വാർഡിൻ്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഓഫ് എ കോൺവെക്സ് ഫംഗ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിക്രീസിങ് റേറ്റ്. അതും കൂടി ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്താ, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി ഡിക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. ഫംഗ്ഷൻ ഡിക്രീസിങ് അല്ലേ? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ്, അഥവാ എക്സ് കൂടുമ്പോൾ വൈ കുറയാണ്. സോ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അത് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. ഇനി ഡിക്രീസിങ് റേറ്റ് ആണെന്ന് പറയാൻ സ്ലോപ്പിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ മതി. സ്ലോപ്പ് ഇവിടുന്നൊരു തൊടുവര വരക്കുന്നു, ഇവിടുന്നൊരു തൊടുവര വരക്കുന്നു, ഇവിടുന്നൊരു തൊടുവര വരക്കുന്നു. ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, സോ സ്ലോപ്പ് ഈസ് ഡിക്രീസിങ്. ഇവിടെ എത്തുമ്പോൾ 0 ആയി മാറും, 0യിലേക്ക് ഇങ്ങനെ അടുക്കുന്നുണ്ട് അല്ലേ? 0യിലേക്ക് ഇങ്ങനെ അടുക്കുന്നുണ്ട്. സ്ലോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? 0യിലേക്ക് അടുക്കുന്നുണ്ട്. അതായത് സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രാഫ് നോക്കാം. നാലാമത്തെ ഗ്രാഫ്. ഓക്കെ, നാലാമത്തെ ഗ്രാഫ്. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ. ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ? ഈ ഗ്രാഫ് നിങ്ങൾ എവിടെയാണ് എക്കണോമിക്സിൽ കണ്ടിട്ടുള്ളത്? നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു. എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കർവ് അല്ലേ? ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കർവിൽ ഫസ്റ്റ് സ്റ്റേജ് അതല്ലേ ഇത്? ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കണ്ടീഷൻസ് പറയാം. ഇത് എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നുണ്ട്, ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്? ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണല്ലേ ഗ്രാഫ് അങ്ങനെയാണ്. നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഇറ്റ് ഈസ് കോൺകേവ് അപ്വാർഡ് ഓർ കോൺവെക്സ്. കോൺവെക്സിൻ്റെ പ്രത്യേകത എന്താണ്? കോൺവെക്സിൻ്റെ പ്രത്യേകത സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. സോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും പോസിറ്റീവാണ്, സെക്കൻഡ് ഓർഡർ കണ്ടീഷനും പോസിറ്റീവാണ് ഈ ടൈപ്പ് ഒരു ഗ്രാഫിൽ. ഇത് നമ്മൾ എവിടെയാണ് എക്കണോമിക്സിൽ കാണുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇനി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇത് ഓക്കെ, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവാണ്. സോ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, അത് നമുക്ക് സമ്മതിക്കും. ഇൻക്രീസിങ് റേറ്റ് ആണോ നോക്കാം. തൊടുവര വരക്കുന്നു, വീണ്ടും വരക്കുന്നു, വീണ്ടും വരക്കുന്നു, വീണ്ടും വരക്കുന്നു. സ്ലോപ്പിന് എന്ത് സംഭവിക്കുന്നു? കുത്തനുള്ള ചെരിവ് കൂടി വരികയാണ് അല്ലേ? ആ ഒരു ഇങ്ങനെ അല്ലേ, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് അത് വീണ്ടും വീണ്ടും കുത്തനെ അങ്ങനെ പോകുന്നത്. അതായത് സ്ലോപ്പ് കൂടുകയാണ്. നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിനോട് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് 0 ആണ്, വൈ ആക്സിസിനോട് പാരലൽ ആണെങ്കിൽ അഥവാ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരിക എന്ന് പറയുമ്പം അത് കുത്തനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് സ്ലോപ്പ് കൂടുന്നു. സ്ലോപ്പ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്രീസിങ് റേറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഗ്രാഫ് ഇതുണ്ട് ഓർമ്മയുണ്ടെങ്കിൽ
എക്സാമിന് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഏത് ഗ്രാഫും ചോദിക്കാം. അല്ലെങ്കിൽ എക്സാമ്പിൾ എടുത്തിട്ട് PPFൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ പ്രത്യേകത എന്താണ്, ICയുടെ പ്രത്യേകത എന്താണ്, ഐസോങ്ങോണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, എക്കണോമിക്സിലുള്ള ഏത് ഗ്രാഫിനെയും ഈ രൂപത്തിൽ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ, ജസ്റ്റ് നമുക്ക് തരുന്ന റഫ് പേപ്പർ ഉണ്ടല്ലോ, ആ റഫ് പേപ്പറിൽ ഒരു പ്ലസ് ഇടുക, എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുക, ഒരു വട്ടം. എന്നിട്ട് ഇതിലേതുമായിട്ടാണ് അവർ തന്ന ഗ്രാഫ് റിലേറ്റ് ചെയ്യാൻ പറ്റുക നോക്കുക. ഫോർ എക്സാമ്പിൾ അവർ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചാണ് ചോദിച്ചത് എങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ്. ഇതിലേത് ഗ്രാഫിൻ്റെ ഷേപ്പാണ് ഇതല്ലേ. സോ ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ തേർഡ് കണ്ടീഷനാണ്. സോ ഡിക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആണ്. മാത്രമല്ല ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ <0 സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ <0 ആണ്. ഈ രൂപത്തിൽ ഇതിനെ പഠിച്ചാൽ ഇത് വളരെ ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവരെത്ര ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനപ്പുറമുള്ള ട്രിക്സ് നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ക്രാക്ക് ചെയ്യും. സോ ദിസ് ഈസ് ദ ട്രിക്ക് ടു ആൻസർ ദാറ്റ് റിപ്പീറ്റഡ് PYQ ഫ്രം മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. നമുക്ക് ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ ദ ഡയഗ്രാം ഗിവൺ ബിലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ടേംസ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഈ ഒരു ഡയഗ്രാം അല്ലേ, ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണോ ഇൻക്രീസിങ് ഫംഗ്ഷനാണോ? എക്സ് കൂടുമ്പം y കൂടുന്നുണ്ട്, ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും, <0 ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പോസിറ്റീവ്. ഇവിടെ ഇപ്പോൾ F' പകരം dy/dx ആണ് ഇട്ടിട്ടുള്ളത്. F' തന്നെയാണല്ലോ dy/dx. അതുകൊണ്ട് dy/dx ഫസ്റ്റ് ഓർഡർ കണ്ടീഷന് <0, കാരണം ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഇവിടെയൊക്കെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനെയും കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കാണാനുള്ള എളുപ്പമായി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഒരു കോൺകേവ് ഡൗൺവാർഡ് അഥവാ കോൺകേവ് കർവാണ് കിട്ടിയത്. കോൺകേവ് ഡൗൺവാർഡ് കർവിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ്? കോൺകേവ് ഡൗൺവാർഡ് കർവിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഈസ് ഇറ്റ് ഈസ് F double dash less than 0. F double dash less than 0. F double dash എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഡെറിവേറ്റീവ് ഫോമിൽ ഇത് എങ്ങനെയാണ്, d² y/dx². ഓക്കെ, F ഡബിൾ ഡാഷ് ഇതെന്താണ്, ഇതൊരു കോൺകേവ് ഡൗൺവാർഡ് ആയതുകൊണ്ട് <0. അപ്പോൾ ഓപ്ഷനിൽ എവിടെയാണ് ഇതുള്ളത്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? യെസ്. അടുത്തത് നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇവിടെയും അതേപോലത്തെ നേരത്തെ കണ്ടിട്ടുള്ള അതേ രൂപത്തിലുള്ളൊരു കർവ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ, അതുകൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് <0. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന് എന്ത് സംഭവിക്കും നോക്കാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ കോൺകേവ് ആണെന്ന് മനസ്സിലാകുന്നു. കോൺകേവ് ആകുമ്പോൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ്, നെഗറ്റീവ് ആണ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നെഗറ്റീവ്, അതാണ് ഇവിടെ അല്ലേ. സോ A and D എവിടെയാണ് വരുന്നത്? A and D ആണ് കറക്റ്റ് ഓപ്ഷൻ 1. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടീഷൻ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്, ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആണോ, ഡിക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് ആണോ. ഇത് പല സ്റ്റുഡൻസും കൺഫ്യൂസിങ് ആയിട്ട് പറയുന്ന ഒരു ഏരിയ ആണ്. ആ ഒരു കൺഫ്യൂഷനെ മറികടക്കാനും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രാഫിലോട്ട് ഇത് അപ്ലൈ ചെയ്യാനുമുള്ള ട്രിക്സാണ് ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഈ ഒരു ക്ലാസ് നിങ്ങളുടെ UGC നെറ്റ് എക്കണോമിക്സിലേക്കുള്ള നിങ്ങളുടെ ജേണിയെ എളുപ്പമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഐഫറിൻ്റെ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഐഫറിൻ്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് മൂസിന സൈനിങ് ഓഫ് ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.